ഊട്ടിയൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നല്ല പ്ലാന്റ്സുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 40 പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. ഈ 40 പ്ലാന്റുകളിൽ ഏതെടുത്താലും ഒരു പ്ലാന്റിന് വെറും 60 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. കുറഞ്ഞ വിലയിൽ നമുക്ക് കൂടുതൽ ചെടി വാങ്ങാൻ ഇതൊരു സുവർണാവസരമാണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സ്, ലീഫി പ്ലാന്റ്സ്, ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിൽ 40 പ്ലാന്റാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 10 പ്ലാന്റിൽ കൂടുതൽ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടാവും കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 5 പ്ലാന്റിൽ ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് തരിക. കാണുന്ന 40 പ്ലാന്റുകളാണ് കേട്ടോ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോ പ്ലാന്റുകളും പരിചയപ്പെടാം. വീഡിയോയിലെ ആദ്യ പ്ലാന്റാണ് കേട്ടോ മരമുല്ല. ഇത് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. സ്റ്റാർ മുല്ല ഫുൾ ടൈം പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറിന് നല്ല മണമായിരിക്കും. കാണുന്നത് എസ്കോളിമ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ബോർഡറെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണിത്. ചെത്തി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ റെഡ് ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാരോ ലീഫാണ്. മറ്റ് ചെത്തിയേക്കാളും ഇതിൻ്റെ ലീഫ് ഒരു ചെറിയ ലീഫായിരിക്കും. എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇത് റൊസിഡോ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ യെല്ലോ, വൈറ്റ്, റെഡ് എന്നീ 3 കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് മുരായ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. മരമുല്ലയുടെ മിനിയേച്ചർ പ്ലാന്റാണിത്. ഇത് മരമുല്ല പോലെ വളർന്ന് വരുന്ന ഒരു പ്ലാന്റ് അല്ല, മിനിയേച്ചർ ആയതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു ചെറിയ പ്ലാന്റാണ്. ഇതിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ് യുജീനിയ. യുജീനിയൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. കാണുന്ന പ്ലാന്റ് ബോട്ടിൽ ബ്രഷ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് ചൈന ഡോൾ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റാണ് ഈ ചൈന ഡോൾ. ഐവി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. പെട്രിയ നീല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇത് പെട്രിയ വൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. വെള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഇത് കോഞ്ചിയ പിങ്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് റോസ്മേരി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. മുടിയുടെ വളർച്ചയ്ക്കൊക്കെ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലാന്റിൻ്റെ ലീഫാണ് ഉപയോഗിക്കുന്നത്. ഒരു ക്രീപ്പർ പ്ലാന്റായ അബുട്ടിലാൻ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് വാൾ ക്രീപ്പറിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടിട്ടില്ലേ? നല്ല ഗ്രീനിൽ അതിൻ്റെ ബോർഡറായിട്ട് വൈറ്റ് കളർ വരുന്നുണ്ട്. പുലിവരയൻ, ടൈഗർ ലിപ്സ്റ്റിക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഹാങ്ങിങ് പ്ലാന്റായ ലിപ്സ്റ്റിക്കിൻ്റെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റാണ്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് ക്രിസ്മസ് കാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ നവംബർ, ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 കളറുകൾ റെഡ്, പിങ്ക് ഈ 2 കളറ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ പോട്ടി കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. ലോലിപോപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഫ്ലവറിങ് പ്ലാന്റായ റെഡ് കൊടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് യുജീനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റാണ്. ചെത്തിയുടെ 3 വെറൈറ്റികളാണ് കേട്ടോ ഇനി കാണുന്നത്. ഇത് മിനിയേച്ചർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് ചെത്തിയെ അപേക്ഷിച്ച് ഇതിൻ്റെ പൂവ് ചെറിയ പൂവായിരിക്കും. അപ്പോൾ 3 കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക്, റെഡ്, യെല്ലോ. ഹൈഡ്രാഞ്ചിയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഈ കാണുന്ന 5 പ്ലാന്റുകളും മരാന്തയുടെ വെറൈറ്റികളാണ് കേട്ടോ. ഇൻഡോറായി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റുകളാണ് ഈ മരാന്തകൾ. ഇതിൻ്റെ ലീഫി പ്ലാന്റുകളാണ്. ഇതിൻ്റെ ലീഫാണ് ഈ പ്ലാന്റിന് ഭംഗി നൽകുന്നത്. പെൻസിൽ കാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൽ ചെറിയ വെള്ള കളറിലുള്ള ഫ്ലവർ ഉണ്ടാവാറുണ്ട്. കാണുന്നത് ഫ്ലവറിങ് പ്ലാന്റായ കടമ്പ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്.
കാണുന്നത് മാണ്ടിവില്ലയുടെ വെള്ള ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റാണ്. കാണുന്നതാണ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൽ മഞ്ഞ ഫ്ലവറാണ് ഉണ്ടാവുക. ഒത്തിരി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. സീസണൽ പ്ലാന്റാണ്. ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ലീഫ് കാണുകയില്ല. മുഴുവൻ ആ പ്ലാന്റ് മുഴുവൻ ഫ്ലവർ ആയിരിക്കും. നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ ഈ കാറ്റ്സ്ക്ലോ. വീഡിയോയിലെ അവസാന പ്ലാന്റാണ് കേട്ടോ ഇത് ഹന്നവാഴ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. അടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.